മാള ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള മാളക്കുളത്തിന്റെ പേര് മാറ്റാനുള്ള ഭരണസമിതി നീക്കത്തിനെതിരെ പ്രതിപക്ഷം രംഗത്ത്. രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന മാളക്കുളത്തിന്റെ നിലവിലുള്ള പേര് മാറ്റാനുള്ള നീക്കം നിഷേധാത്മകമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പ്രതിഷേധിച്ച കോൺഗ്രസ് അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. മാളക്കുളത്തിന്റെ പേര് മാറ്റാനുള്ള പഞ്ചായത്ത് ഭരണസമിതി നീക്കത്തിനെതിരെ കോൺഗ്രസ് രംഗത്ത്. രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന മാളക്കുളത്തിന്റെ നിലവിലുള്ള പേര് മാറ്റാനുള്ള മാള ഗ്രാമപഞ്ചായത്തിന്റെ നീക്കം തീർത്തും അപലപനീയമാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് ടി.കെ. ജിനേഷ് പറഞ്ഞു. മാള അരവിന്ദന് ഉചിതമായ ഒരു സ്മാരകം നിർമ്മിക്കണമെന്ന് ഫൗണ്ടേഷൻ തന്നെ ആവശ്യപ്പെട്ടിട്ട് ഏകദേശം 9-10 വർഷത്തിൽ പിന്നിട്ടിരിക്കുകയാണ്. ആ മാള അരവിന്ദൻ്റെ സ്മാരകം പണിയാൻ കഴിഞ്ഞ 2 ടേമുകളായിട്ട് മാള പഞ്ചായത്ത് ഭരിക്കുന്ന LDF ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ആ കഴിവുകേട് മറയ്ക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന പഞ്ചായത്ത് രാജ് ബില്ല് അവതരിപ്പിച്ച് പഞ്ചായത്തിന് ഇത്തരത്തിലുള്ള അധികാരം നൽകിയ വ്യക്തിയുടെ പേര് തന്നെ മാറ്റി വേറെ പേര് ഇടുന്നതിനോട് കോൺഗ്രസ്സിന് എതിർപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ മാളയിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ പേര് തമസ്കരിക്കുന്നത് LDF ഭരണസമിതിക്ക് ഒരു ശീലമായി മാറിയിരിക്കുകയാണ്. മാള അരവിന്ദന്റെ പേര് നൽകാനാണ് പഞ്ചായത്ത് അജണ്ടയിൽ വെച്ചിരിക്കുന്നത്. എന്നാൽ മാള അരവിന്ദന്റെ പേരിൽ ഒരു സ്മാരകം വേണമെന്ന് 10 വർഷമായി മാള ഫൗണ്ടേഷൻ ആവശ്യപ്പെട്ടിട്ടും അത് നിർമ്മിക്കാൻ സാധിക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിവുകേട് മറച്ചുവെക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. മുൻ പ്രധാനമന്ത്രിയും പഞ്ചായത്ത് രാജ് നിയമനിർമ്മാണത്തിന്റെ ഉപജ്ഞാതാവുമായ രാജീവ് ഗാന്ധി മാളയിൽ എത്തി പ്രസംഗിച്ച സ്ഥലം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായാണ് അന്നത്തെ ഭരണസമിതി മാളക്കുളത്തിന് രാജീവ് ഗാന്ധിയുടെ പേര് നൽകിയത്. ആ പേര് മാറ്റി മാള അരവിന്ദന്റെ പേര് നൽകാനുള്ള നീക്കത്തിനെതിരെ കോൺഗ്രസ് ശക്തമായി പ്രതിഷേധം നടത്തുമെന്നും ടി.കെ. ജിനേഷ് മീഡിയ ടൈമിനോട് പറഞ്ഞു. ഭരണസമിതി തീരുമാനം തെറ്റാണെന്ന് ഇന്ന് ഇറങ്ങിപ്പോക്കിന് നേതൃത്വം നൽകിയ ഗ്രാമപഞ്ചായത്ത് അംഗം ജിയോ കൊടിയനും പ്രതികരിച്ചു. രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന പേരിൽ ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പറായിരിക്കുന്ന സമയത്ത് ഐക്യകണ്ഠേന എടുത്ത തീരുമാനത്തിന് പുറത്ത് രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന് പറഞ്ഞ് അവിടെ നാമകരണം ചെയ്ത ഒരു സ്ഥലമാണത്. ആ ഒരു സ്ഥലം പ്രളയത്തിൽ കുറച്ച് നാശനഷ്ടങ്ങൾ വന്നിട്ട് അത് പുതുക്കി പണിതതിൻ്റെ പേരിൽ പുതുക്കി പണിത് കഴിഞ്ഞപ്പോൾ പുതുക്കി പണിത സ്ഥലത്തിന് മാത്രം മാള അരവിന്ദൻ്റെ പേര് കൊടുത്ത് മാള അരവിന്ദനെ അവഹേളിക്കാനുള്ളൊരു തീരുമാനമാണ് ഇന്നത്തെ ഭരണസമിതി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന് ഞങ്ങൾ എന്തായാലും ഞങ്ങൾ കൂട്ടു നിൽക്കില്ല. കാരണം മാള അരവിന്ദനെ അങ്ങനെ ഒരു മൂലയ്ക്ക് കൊണ്ടിരിക്കാൻ പോരാ. 10 വർഷമായി മാള അരവിന്ദനൊരു സ്മാരകം പണിയാനായിട്ട് ഈ ഭരണസമിതി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നേ വരെ അതിന് സാധിച്ചിട്ടില്ല. എന്നിട്ട് രാജീവ് ഗാന്ധിയുടെ സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു സാധനം പണിതെന്നും പറഞ്ഞിട്ട് ആ മൂലയ്ക്ക് മാള അരവിന്ദനെ കൊണ്ടിരുത്താന്ന് പറഞ്ഞാൽ അത് ഉചിതമായൊരു നടപടിയല്ല. നേരത്തെ പഞ്ചായത്തിന്റെ നീക്കം തെറ്റായ രീതിയിലാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നിരുന്നു. DCC സെക്രട്ടറി A.A. അഷ്റഫ് രൂക്ഷ വിമർശനമാണ് പഞ്ചായത്തിനെതിരെ ഉയർത്തിയത്. വരും ദിവസങ്ങളിൽ കടുത്ത സമരങ്ങൾക്കാണ് കോൺഗ്രസിന്റെ നീക്കം. മീഡിയ ടൈം, മാള.